നമസ്കാരം, ഞാൻ ഡോക്ടർ നിത വർഗീസ്. രാവിലെ ഉറക്കമുണർന്ന ഉടനെ കട്ടിലിൽ നിന്നും ഇറങ്ങി ആദ്യത്തെ ചുവടുകൾ വെക്കുമ്പോൾ അതികഠിനമായ വേദന അനുഭവപ്പെടുന്നവരാണോ നിങ്ങൾ? അതുപോലെ കുറച്ചു നേരം കസേരയിൽ ഇരുന്ന ശേഷം എഴുന്നേറ്റ് നടക്കുമ്പോഴും ഇതേ അവസ്ഥ അനുഭവിക്കുന്നുണ്ടോ? കുറച്ചു നേരം നിൽക്കുമ്പോഴും കാലിന്റെ അടിയിലും അതിശക്തമായ വേദന അനുഭവപ്പെടുന്നുണ്ടോ? ഇങ്ങനെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഇന്നത്തെ വീഡിയോ. പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന അസുഖത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ഉടനെ ആദ്യത്തെ കുറച്ച് സ്റ്റെപ്പുകൾ വെക്കുമ്പോൾ അതികഠിനമായ വേദന, അതായത് പ്രിക്കിംഗ് പെയിൻ, സൂചി കൊണ്ട് കുത്തുന്ന പോലത്തെ ഒരു വേദന കാലിന്റെ അടിയിൽ അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ, എന്നിട്ട് കുറച്ച് നടന്നു കഴിയുമ്പോൾ ഈ വേദന കുറയുകയും ചെയ്യുന്നുണ്ട് എങ്കിൽ അത് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ആണ്. ഉപ്പൂറ്റി വേദനയ്ക്ക് പല കാരണങ്ങളുണ്ട്. അക്യുലസ് ടെൻഡിനൈറ്റിസ്, ഹീൽ സ്പർ, അങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഉപ്പൂറ്റിക്ക് വേദനയുണ്ടാകാം. എന്നാൽ ഇവയെ കൊണ്ടുള്ള വേദന കുറച്ച് നടന്നു കഴിഞ്ഞാൽ മാറുകയില്ല. അപ്പൊ കുറച്ച് സ്റ്റെപ്പുകൾ വെച്ച് കഴിയുമ്പോൾ നമുക്ക് അനുഭവപ്പെട്ട വേദന കുറഞ്ഞു വരികയാണെങ്കിൽ മാത്രമാണ് ഇത് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് വരുന്നത്? ഇതിന്റെ കാരണങ്ങൾ എന്തെല്ലാമാണ്? ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം ഇത് തന്നെയാണ്, കുറച്ച് നടന്നു കഴിയുമ്പോൾ വേദന കുറഞ്ഞു വരിക. അതുപോലെ തന്നെ ഇതിന്റെ പരിഹാര മാർഗങ്ങൾ എന്തെല്ലാമാണ്? ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്നുള്ള വീഡിയോസ് കിട്ടാനായിട്ട് ബെൽ ബട്ടണും എനേബിൾ ചെയ്ത് വെക്കുക. ആദ്യം തന്നെ പ്ലാന്റാർ ഫേഷ്യ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ കാലിന്റെ അടിഭാഗത്ത് ഹീൽ ബോൺ മുതൽ കാൽ വിരലുകളുടെ അടിഭാഗം വരെ നീണ്ടുകിടക്കുന്ന ഒരു ശക്തമായ നാഡീബന്ധമാണ് പ്ലാന്റാർ ഫേഷ്യ. ഇത് സഹായിക്കുന്നത് നമ്മുടെ കാലിന്റെ വളവ് നിയന്ത്രിക്കാൻ, അതായത് ആർച്ച് നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഒന്നാണ്. നമ്മൾ ഓടുമ്പോഴും നടക്കുമ്പോഴും നമ്മുടെ ശരീരഭാരം തുല്യമായിട്ട് വിതരണം ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ ഓരോ കാൽവെപ്പിലും ഉണ്ടാകുന്ന ആഘാതം കുറയ്ക്കാൻ സഹായിക്കുന്ന ഒന്നാണ് പ്ലാന്റാർ ഫേഷ്യ. അപ്പൊ ഇതിനുണ്ടാകുന്ന അമിതമായ വലിവും അല്ലെങ്കിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ക്ഷതങ്ങളും എല്ലാം കാരണം ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അതുമൂലമുണ്ടാകുന്ന വേദനയ്ക്ക് ഉള്ള അവസ്ഥയാണ് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് പറയുന്നത്. ഇത് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ് എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാരണം അമിതവണ്ണമാണ്. ശരീരഭാരം കൂടുതലായിട്ടുള്ളവർക്ക് ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യതയും കൂടുതലാണ്. അതുപോലെ അനുയോജ്യമല്ലാത്ത ചെരുപ്പ് ധരിക്കുന്നത്, ആർച്ചിന് സപ്പോർട്ട് കൊടുക്കാത്ത രീതിയിലുള്ള ചെരുപ്പ് ധരിക്കുന്നത്, ഹൈ ഹീൽഡ് ചെരുപ്പ് ധരിക്കുന്നത്, ഇങ്ങനെയുള്ളവർക്കും, അതുപോലെ കൂടുതൽ നേരം നിൽക്കുകയോ നടക്കുകയോ ചെയ്യുക, കഠിനമായ പ്രതലത്തിലൂടെ ഓടുകയോ നടക്കുകയോ ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴും ഈ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ കാലിന്റെ പേശികൾക്കും അക്യുലസ് ടെൻഡിനും ഒക്കെ ഉണ്ടാകുന്ന മുറുക്കം പ്രായമാകും തോറും ഇത് കൂടി വരാം. അതുപോലെ അമിതമായിട്ട് വ്യായാമം ചെയ്യുന്നവർക്കും ഈ അവസ്ഥ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുപോലെ ഫ്ലാറ്റ് ഹീൽ, അതായത് പരന്ന കാൽപാദമുള്ളവർക്കും വളരെ ഉയർന്ന ആർച്ച് ഉള്ളവർക്കും ഇത് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ ആദ്യത്തെ ചുവടുകൾ വെക്കുമ്പോൾ അതിശക്തമായ വേദന അനുഭവപ്പെടും. കുറച്ച് നടന്നു കഴിയുമ്പോൾ അത് കുറയുകയും ചെയ്യും. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മൾ രാത്രി ഉറങ്ങുമ്പോൾ ഈ ഫേഷ്യ അല്പം ചുരുങ്ങിയ അവസ്ഥയിലായിരിക്കും. അപ്പൊ രാവിലെ എഴുന്നേറ്റ് ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുമ്പോൾ പെട്ടെന്ന് ഈ ഫേഷ്യ വലിയുന്നതിനാൽ നമുക്ക് വേദന അനുഭവപ്പെടുന്നു. കുറച്ച് സ്റ്റെപ്പ് വെക്കുമ്പോൾ അത് പതുക്കെ മാറുകയും ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണം, അല്ലെങ്കിൽ മറ്റു ഉപ്പൂറ്റി വേദനയിൽ നിന്ന് ഇതിനെ മാറ്റി നിർത്തുന്ന ഒരു ലക്ഷണം ഇത് തന്നെയാണ്. ഈ വേദന ഒഴിവാക്കാനായിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം എന്ന് നോക്കാം. രാവിലെ കട്ടിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 2-3 മിനിറ്റ് കാൽ വിരലുകളും കണ്ണങ്കാലും പതുക്കെ ചലിപ്പിക്കുക. അതുപോലെ ദിവസവും സ്ട്രെച്ചിങ് ആയിട്ടുള്ള എക്സസൈസുകൾ, പ്ലാന്റാർ ഫേഷ്യയ്ക്കും കാൽപേശികൾക്കുമുള്ള സ്ട്രെച്ചിങ് എക്സസൈസുകൾ ചെയ്യുക. നല്ല കുഷനും സപ്പോർട്ടോടും കൂടിയ ചെരുപ്പ് ഉപയോഗിക്കുക. വീട്ടിലും അല്ലെങ്കിൽ പുറത്തു പോകുമ്പോഴും ചെരുപ്പിടാതെ പോകാതിരിക്കുക. അതുപോലെ അമിതവണ്ണമുള്ളവരാണെങ്കിൽ ശരീരഭാരം നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന വേറൊരു കാര്യമാണ്, തണുത്ത വെള്ളം നിറച്ച കുപ്പിയോ അല്ലെങ്കിൽ ടെന്നീസ് ബോളോ നമ്മുടെ കാൽപാദത്തിന്റെ അടിയിൽ വെച്ചിട്ട് ഉരുട്ടുക. അപ്പോൾ ഈ ഒരു എക്സസൈസ് ഇത് ചെയ്ത് കഴിയുമ്പോഴും ഈ ഒരു വേദനയ്ക്കും ഈ ഒരു അവസ്ഥയ്ക്കും വളരെ കുറവുണ്ടാകും. അതുപോലെ ഓൾട്ടർനേറ്റ് കോൾഡ് ആൻഡ് ഹോട്ട് തെറാപ്പി എന്ന് പറഞ്ഞാൽ 2 ബക്കറ്റ് വെള്ളം എടുക്കുക. ഒരു ബക്കറ്റിൽ ചൂടുവെള്ളവും ഒരു ബക്കറ്റിൽ തണുത്ത വെള്ളവും മാറി മാറി കാലുകൾ മുക്കി വെക്കുക കുറച്ചു നേരം.
ഇങ്ങനെ ചെയ്യുന്നതും നമ്മുടെ ഈ അവസ്ഥയ്ക്ക്, അതായത് പ്ലാന്റാർ ഫേഷ്യേറ്റിസ് എന്ന അവസ്ഥയ്ക്ക് നല്ല മാറ്റമുണ്ടാകും. ഇനി നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, ആവണക്കെണ്ണയോ അല്ലെങ്കിൽ എള്ളെണ്ണയോ ചെറു ചൂടാക്കി പഞ്ഞിയിലൊഴിച്ച് അത് ഉപ്പൂറ്റിയിൽ കെട്ടി വെച്ചിട്ട് കിടക്കാം. അതുപോലെ ആവണക്കിൻ്റെ ഇല ചെറു ചൂടാക്കി കർപ്പൂരാതി തൈലമോ മുറിവെണ്ണയോ തേച്ച് നമ്മുടെ ഉപ്പൂറ്റിയിൽ കെട്ടിവെച്ച് ഒരു 15 മിനിറ്റ് നേരം അല്ലെങ്കിൽ കുറച്ച് അധികം നേരം ഇരുന്നാലും കുഴപ്പമില്ല, അങ്ങനെ കെട്ടിവെച്ചിരിക്കാം. അതുപോലെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഒരു കാര്യമാണ് മണൽ കിഴി കൊണ്ടോ അല്ലെങ്കിൽ കല്ലുപ്പ് കൊണ്ടോ കിഴി ഉണ്ടാക്കി ചൂട് പിടിക്കുക എന്നുള്ളത്. അതിന് ചൂട് പിടിക്കുന്നതിന് മുമ്പ് കർപ്പൂരാതി തൈലമോ മുറിവെണ്ണയോ പുരട്ടുന്നത് വളരെ നല്ലതായിരിക്കും. അതുപോലെ ഇഷ്ടിക ചൂടാക്കി അതിൽ കാൽപാദം അല്ലെങ്കിൽ ഉപ്പൂറ്റി ചൂട് പിടിപ്പിക്കുന്നതും നല്ലൊരു ചികിത്സ തന്നെയാണ്. ഇതൊക്കെ ചെയ്തിട്ടും ഇത് കുറയുന്നില്ല എങ്കിൽ ഒരു ആയുർവേദ ഡോക്ടറെ കണ്ടാൽ അതിനായുള്ള ചികിത്സകളുണ്ട്. അഭ്യംഗം, പത്രപിണ്ഡസ്വേദം പോലെയുള്ള ചികിത്സകൾ, ഫലപ്രദമായ ചികിത്സകൾ ആയുർവേദത്തിനുണ്ട്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എന്തുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഉപ്പൂറ്റിക്ക് വേദന വരുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഉപ്പൂറ്റി വേദനയായിട്ട് ആരെങ്കിലും ബുദ്ധിമുട്ടുന്ന കൂട്ടുകാർ നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി, നമസ്കാരം.